വല്ലാത്ത ചൂടാണല്ലേ. നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാൻ, പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ ആണെങ്കിൽ വെട്ടി വിയർക്കുമെന്ന് ഓർത്ത് മടിച്ചു നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് നമ്മൾ തമിഴ്നാട്ടിലെ ഒരു കാഴ്ചയിലേക്ക് പോകുന്നത്. കനത്ത ചൂടിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ് എല്ലാവരും തേടുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നിരത്തുകളിൽ. ചെന്നൈ കോർപ്പറേഷൻ കണ്ടെത്തി നടപ്പാക്കിയ ഒരു പദ്ധതിയിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര പോകുന്നത്. ട്രാഫിക് ജംഗ്ഷനുകളിൽ തയ്യാറാക്കിയ ഗ്രീൻ മാറ്റ് റൂഫുകൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശ്രീകാന്ത്, നമ്മുടെ മറ്റേ ഗ്രീൻ മാറ്റ് വിരിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് കോർപ്പറേഷൻ്റെ. ഒന്ന് പോയി നോക്കിയാലോ? എന്തായാലും റൈഡിംഗ് റിപ്പോർട്ടർക്ക് ഒരു സാധനം കൊടുക്കണം. അപ്പോൾ ഇതെന്തായാലും ഇരുചക്ര വാഹന യാത്രക്കാർക്കാണല്ലോ ഏറ്റവും കൂടുതൽ സൗകര്യം ഉള്ളത്. അപ്പോൾ എന്തായാലും നല്ല കാര്യമല്ലേ, മലയാളം അറിയട്ടേന്നേ. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാം. കത്തിരിവെയിലിൻ്റെ കത്തുന്ന ചൂടാണ് തമിഴ്നാട്ടിൽ. പല സ്ഥലത്തും മഴയുണ്ട്, പക്ഷേ അത്ര ഗുണകരമായ രീതിയിലല്ല. എന്നാലും അവിടങ്ങളിലൊക്കെ ചെറിയ തണുപ്പും വലിയ ചൂട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട്. ചെന്നൈയെ സംബന്ധിച്ച് കഠോരമാണ് ചൂട്. അപ്പോൾ ഈ ചൂടിനെ പ്രതിരോധിക്കാനാണ് കോർപ്പറേഷൻ ചില ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ളത് ഈ ട്രാഫിക് ജംഗ്ഷനുകളിൽ ഗ്രീൻ മാറ്റ് വിരിച്ച് റൂഫ് ഉണ്ടാക്കുക, മേൽക്കൂര ഉണ്ടാക്കുക എന്നൊരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ ആ കാഴ്ചയിലേക്കാണ്. എന്തൊരാശ്വാസമാണെന്നറിയോ? കാരണം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു 2-3 സിഗ്നൽ നമ്മൾ കടന്നു വന്നേ. ഏകദേശം ഒരു മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റൊക്കെ നമ്മൾ സിഗ്നലിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ അത് ആ ഒരു 1.5 മിനിറ്റ് പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. എന്തായാലും ഇവിടെ ഇതിപ്പോൾ നമ്മൾ ആദ്യം കണ്ട റൂഫ് ചെയ്തൊരു സ്ഥലമാണ്, മേൽക്കൂര ചെയ്തൊരു സ്ഥലമാണ്. ഇത് സെൻട്രലിൻ്റെ അടുത്തുള്ള, ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, LICൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. എന്തായാലും ഇതിങ്ങനെ ഒരു ഭയങ്കര സൗകര്യമാണ്, പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഭയങ്കര സൗകര്യമാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് കൂടെ ഒന്ന് പോയിട്ട് വരാം. நல்லா போட்டிருக்காங்க, நல்ல வேலைக்கு நல்ல கூலிங்காகவும் இருக்குது, ஒன்றும் பிரச்சனை இல்லை. இதே மாதிரி எல்லா இடத்துலையும் சிலிண்டரில் போட்டாங்கன்னா இன்னும் கொஞ்சம் சௌகரியமாக இருக்கும். இதே மாதிரி எல்லா சிலிண்டரில் அங்கங்கே போட்டாங்கன்னா இன்னும் எங்களை மாதிரி மக்களுக்கு வந்து இன்னும் நல்ல ஃப்ரீயாகவும் இருக்கும், ஓட்டுறது நல்லா கொஞ்சம் ஃப்ரீயாகவும் இருக்கும், ரிலாக்ஸாக இருக்கும் ஓட்டுறதுக்கு. இந்த இடம் கொஞ்சம் கஷ்டமாக தான் இருக்குது, நிறைய ரொம்ப அதிகமாக வண்டி போகிற இடம் இருக்குது. டிராஃபிக்கும் ரொம்ப அதிகமாக இருக்கும், ரொம்ப நேரம் நிற்க வேண்டி இருக்கும். இந்த இடத்துல போட்டது நல்லா தான் இருக்குது. அடுத்த இடத்துலையும் நிறைய இடத்துல போட்டால் நல்லா இருக்கும். சூப்பராக இருக்குது, கிரேட் இனிஷியேட்டிவ், வில் பி பெஸ்ட் ஃபார் சம்மர் வெக்கேஷன். நல்லா இருக்குது சார், மக்களுக்கு ரொம்ப உபயோகமான செயல் இது. தமிழ்நாடு அரசுக்கு மிக்க நன்றி. நல்லா இருக்குங்க சார், நல்லா இருக்குது, வெயிலுக்கு ரொம்ப கொஞ்சம் யூஸ்ஃபுல்லாக இருக்குது. ആ ഗ്രീൻ മാറ്റിനകത്തേക്കൊന്ന് പുറത്തേക്ക് വന്നപ്പോഴേക്കും അസാധ്യമായ ചൂടാണ്. എന്തായാലും ഏറ്റവും അധികം ഒരു പക്ഷേ ഇരുചക്ര വാഹന യാത്രികരായിരിക്കും ചെന്നൈ നഗരത്തിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂരിഭാഗം വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്ക് വേണ്ടിയുള്ളൊരു നല്ല ശ്രമമാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും എന്തായാലും ഉണ്ടായിട്ടുള്ളത്. നമ്മൾ സംസാരിച്ച യാത്രക്കാരൊക്കെ പറഞ്ഞത് എല്ലാ ഇടങ്ങളിലും വേണമെന്നാണ്. പക്ഷേ എന്തായാലും 10 ഇടങ്ങളിൽ, അതായത് പ്രധാനപ്പെട്ട 10 ട്രാഫിക് ജംഗ്ഷനുകളിൽ ഇതുണ്ടാകും, ഗ്രീൻ മാറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തരം ശ്രമങ്ങൾ തുടരട്ടെ. റൈഡിംഗ് റിപ്പോർട്ടർ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം. ചെന്നൈയിൽ നിന്ന് ശ്രീകാന്ത് ഗൗരിശപട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. ഏതായാലും ആ ചെന്നൈയിലെ ഗ്രീൻ മാറ്റ് റൂഫ് കണ്ടപ്പോൾ കൊതിയായി. കേരളത്തിലും അതുപോലെ വന്നിരുന്നെങ്കിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ പകർത്താവുന്ന ഒരു മാതൃകയാണ്. പ്രത്യേകിച്ച് ഈ വലിയ
കൊടിയ ചൂടത്ത് ഈ ബൈക്കിൽ പ്രത്യേകിച്ച് പോകുന്നവർക്ക് സിഗ്നലിലൊക്കെ കുടുങ്ങി നിൽക്കുമ്പോൾ അവർ വെട്ടി വേർത്ത് കഷ്ടപ്പെടാതിരിക്കാൻ ഗ്രീൻ റൂഫ് മാറ്റുകൾ കേരളത്തിൽ വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ മാതൃക നമ്മുടെ ഭരണാധികാരികളും പകർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.